50 ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസിൽ നിന്നും ഗബ്രി പുറത്തായിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും നല്ല മത്സരാർത്ഥിയായിരുന്നെങ്കിലും ഗബ്രിയുടെ പുറത്താകൽ വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. മത്സരത്തിന് ശേഷം പുറത്തിറങ്ങിയ ഗബ്രിയുടെ വാക്കുകളിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നത് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ താരത്തിൻ്റെ ജനപിന്തുണ കൂടാനും കാരണമായി. അതേസമയം ഇപ്പോഴും നിരന്തരം വിമർശനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജാസ്മിൻ. ശരിക്കും ജാസ്മിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ് ഗബ്രിയുടെ പുറത്താകലിന് കാരണമെന്നാണ് ആരാധകർക്കിടയിൽ നടക്കുന്ന പുതിയ സംസാരം. കഴിഞ്ഞ ആഴ്ചയിലെ നോമിനേഷനിൽ ഗബ്രി ഉള്ളതുകൊണ്ട് തന്നെ ആവണം അവന് നല്ല നെഗറ്റീവ് ആക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ടാസ്കുകളിലെല്ലാം ഇരുവരും വഴക്ക് കൂടിയത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. എന്നിട്ട് നല്ലവളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വൈകിട്ട് പോയി ചോറ് വാരിക്കൊടുത്ത് കൊഞ്ചും. ഇതോടെ അവർ തമ്മിലുള്ള വഴക്കും തീരും. സിജോ ടീമിൽ വന്ന ശേഷം ഗബ്രിക്ക് നല്ല മാറ്റങ്ങൾ വന്നിരുന്നു. ആദ്യമായി അവൻ്റെ ഗെയിമിനോടും ഗബ്രിയുടെ സംസാരത്തോടൊക്കെ ഒരു ഇഷ്ടം തോന്നി. വെറുതെ നടക്കുന്ന വാഴകളേക്കാൾ ഭേദമാണ് ഗബ്രി എന്ന് തോന്നിയ നിമിഷങ്ങൾ. പക്ഷേ അതിനു മുൻപുള്ള ആഴ്ചകളിൽ ഇത്രയും പ്രേക്ഷകരുടെയും വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ വാക്ക് കേട്ടിട്ടും ഗെയിം മാറ്റാതെ കളിച്ച് വെറുപ്പ് വാങ്ങി പുറത്തായി. എന്തായാലും ലവ് സ്ട്രാറ്റജി കളിച്ച് സർവൈവ് ചെയ്യാം എന്ന് കരുതുന്നവർക്ക് ഒരു പാഠമാണിത്. പക്ഷേ ഗബ്രിക്ക് നീതി ലഭിച്ചില്ല. എന്നാൽ ജാസ്മിൻ തുടരുകയും ചെയ്യുകയാണ്. ജാസ്മിൻ നല്ല പ്ലെയർ ആയതുകൊണ്ടും ഈ സീസണിൽ നല്ല കളിക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടും ജാസ്മിൻ തുടരും. പുറത്തു വന്ന ഗബ്രിക്കും ഒരു മാനസിക പരിഗണന കൊടുക്കുക. ഗെയിം ഈസ് ഗെയിം, അത് തീർന്നു. വീടിനകത്ത് വെച്ച് തന്നെ ഗെയിം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെന്ന് അവൻ പറഞ്ഞു. അകത്തുള്ളവരോട് യാതൊരു പിണക്കമോ വൈരാഗ്യമോ ഒന്നും തനിക്കില്ലെന്നും താരം സൂചിപ്പിച്ചിരുന്നു. നിലവിൽ ബിഗ് ബോസിനകത്ത് വിക്ടിം ഗെയിം കളിക്കുകയാണ് ജാസ്മിൻ. ഗബ്രി പോയതിൻ്റെ വിഷമത്തിൽ കരയുകയും മറ്റുള്ളവരോട് വഴക്ക് കൂടുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും ഡ്രാമയുടെ ആവശ്യമുണ്ടോ എന്ന് ജാസ്മിനോട് പ്രേക്ഷകർ ചോദിക്കുന്നു. കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ.